നമസ്കാരം. സുരേഷ് ഗോപി വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ ഒത്തില്ല. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടിയതിലാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SGയുടെ രാഷ്ട്രീയ സിനിമാ ത്രില്ലറിന്റെ ക്ലൈമാക്സ് ഇതുവരെ തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദില്ലിക്ക് പോവുകയും സത്യപ്രതിജ്ഞ ചെയ്ത് കാര്യങ്ങളെല്ലാം ശുഭമാണെന്ന് പറയാമെങ്കിലും സുരേഷ് ഗോപിക്ക് താൻ അറിയിച്ച സ്ഥാനം കിട്ടിയില്ലെന്നുള്ള അതൃപ്തി വലിയ തോതിൽ തന്നെ ഇപ്പോൾ പ്രകടമാണ്. വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന ഒരു വിജയമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയത്. എന്നാൽ ഇതിനെയെല്ലാം അപ്പാടെ തകർക്കുന്ന ഒരു സമീപനമാണ് സുരേഷ് ഗോപിയിൽ നിന്നും BJPയിൽ നിന്നുമൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മന്ദത. അതായത് പുതിയ NDA സർക്കാരിൽ കേരളത്തിനുള്ളിൽ നിന്നും ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിന്റെ പ്രതിനിധികളായി സ്ഥലം പിടിച്ച സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമൊക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സഹമന്ത്രി സ്ഥാനമാണ്. കേരള സംസ്ഥാനത്ത് നിന്നും BJPയുടെ ഒരൊറ്റ ലോക്സഭാ അംഗമാണ് ചലച്ചിത്ര നടനായ സുരേഷ് ഗോപി എങ്കിൽ കോട്ടയം സ്വദേശിയായ ജോർജ് കുര്യൻ രൂപീകരണ ഘട്ടം മുതൽക്ക് തന്നെ BJPയുടെ ഒപ്പത്തിനൊപ്പം നിന്ന ഒരു പ്രവർത്തകനായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വലിയ തോതിലുള്ള ചർച്ചകളും മറ്റും നടന്നെങ്കിലും സുരേഷ് ഗോപി വിചാരിച്ച പോലെയുള്ള ഒരു പദവി ആയിരുന്നില്ല തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആൾ, സ്വന്തം ആൾ എന്ന നിലയിലൊക്കെ വലിയ പ്രതിഷേധത്തിനൊന്നും തയ്യാറെടുക്കാതെ സുരേഷ് ഗോപി മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത ചില അനുയായികൾ പറയുന്നത് ഇത് മതിയാകുമോ എന്ന ചോദ്യവും അദ്ദേഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം അങ്ങനെ തന്നെ ഇപ്പോൾ തുടരുകയാണ്. അതായത് നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടി തൃശ്ശൂർ എടുക്കുന്നു, അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിജയം കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം, നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നല്ലോ. 1999, 2004 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് രാജഗോപാലും സഹമന്ത്രിയായിട്ടുണ്ടായിരുന്നു. വാജ്പേയി സർക്കാരിൽ തന്നെ 2003-2004 ആ സമയങ്ങളിൽ മൂവാറ്റുപുഴ MP PC തോമസും സഹമന്ത്രിയായിട്ടുണ്ടായിരുന്നു. ഒന്നാം മോദി സർക്കാരിന്റെ ആരംഭത്തിൽ കേരളത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 2017 അൽഫോൺസ് കണ്ണന്താനത്തെ രാജ്യസഭയിൽ എത്തിച്ച് ടൂറിസം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല നൽകിയിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലെത്തിയ V മുരളീധരൻ സഹമന്ത്രിയായിട്ടും അധികാരത്തിൽ വന്നിരുന്നു. 2021 കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗവും മലയാളിയുമായ ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖർ സഹമന്ത്രിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയോട് പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം സഹമന്ത്രി പദവി മാത്രം മതിയായിരുന്നു. നേരത്തെ ഒരു MP പോലും ഇല്ലാതിരുന്ന സമയത്ത് 2 സഹമന്ത്രിമാർ കേരളത്തിന് നൽകിയിരുന്നല്ലോ. എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇത്രയും വലിയ വിജയം നേടിയിട്ടും എന്തുകൊണ്ടാണ് ക്യാബിനറ്റിലേക്ക് പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ.